ഹലോ നമസ്തേ കഫ്ലൂസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മളെ പരിപാടി എന്താണ്? ഒരു ജാതി ഒരു ജാതകം റിവ്യൂ. മൂവി റിവ്യൂ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പടം ഒരു എന്റർടൈനർ ആണ്, മൊത്തത്തിൽ പറയാണ്. കോമഡി എല്ലാം വർക്കൗട്ട് ഉണ്ട്. ലുക്ക് കൊള്ളാം. ഒരു ഫ്രഞ്ച് താടിയൊക്കെ വെച്ച് ചില സ്ഥലത്ത് ലാഗ് കണക്കിന് ഫീൽ ചെയ്ത്, നിങ്ങൾ ഫീൽ ചെയ്താൽ എനിക്ക് ഫീൽ ചെയ്തു. ലാഗ് എന്നുള്ളതല്ല, അത് ചെറിയ വെറൈറ്റി കുറച്ച് പരിപാടി ഇതൊക്കെ ഉണ്ട്. ഓ പിന്നെ പുള്ളി ഒരു മൂഡിൽ ഒരു ഫ്ലോയിലാണ് പോണത്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊള്ളാല്ലേ? കൊള്ളാം. നല്ല പിടിച്ചിരുത്ത് ഒരു എന്റർടൈനിങ് ആയിട്ട് കൊണ്ടുപോകണം. പിന്നെ ഒരു 10 എത്ര സ്റ്റാർ കൊടുക്കും? എനിക്ക് എന്റർടൈനർ ആണ്. പിന്നെ ചിലപ്പോ അത് ഈ പടം ഇങ്ങനെയാണെങ്കിൽ ചിലപ്പോ എല്ലാവർക്കും അങ്ങോട്ട് മൊത്തത്തില് ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷെ അതൊരു എന്റർടൈനർ ആണ്, നമുക്കത് നിരാശപ്പെടുത്തത്തുമില്ല. അങ്ങനത്തെ ഒരു ഫീലാണ്. നല്ലതായിട്ട് കാണാൻ പറ്റാം. പിന്നെ നമ്മളൊരു ഫ്രഷ് മൈൻഡോട് കൂടി നല്ല സമീപിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഇഷ്ടപ്പെടും. അതിന്റെ ഒരു ക്വാളിറ്റി ഒക്കെ ഉണ്ട് ആ പടത്തിന്. കല്യാണത്തിന്റെ പ്രശ്നങ്ങളും 30 വയസ്സുള്ള അങ്ങനെയൊക്കെ പറയുന്ന കുറച്ച് സീനുകളൊക്കെ ഉണ്ട്. അപ്പൊ അത് നമ്മളെ ഇടയിലൊക്കെ ഇപ്പോഴും കണ്ടുവരുന്നുണ്ട്. ആൾക്കാരാണ് 30 വയസ്സിന് ശേഷം വിവാഹ മാർക്കറ്റ് ഇല്ലെന്നൊക്കെ പറയണ ഒരു കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഒരു സിനിമ രീതി നോക്കുമ്പോഴത്തേക്കും അതിൻ്റെതായ ഇതുണ്ട്. കൊള്ളാം. പിന്നെ നമ്മൾ ഇതില് പറഞ്ഞ സ്പോയിലർ ആവുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്. അപ്പൊ നമുക്കതിപ്പോ ഇത് പറയാൻ ഡിസ്ക്ലോസ് ചെയ്യാൻ താല്പര്യമില്ല. നമ്മളെ ഒപ്പീനിയനാണ്, നിങ്ങളെ ഒപ്പീനിയനും കൂടെ. എനിക്കും ഓക്കെയാണ്. ഫാമിലി ആയിട്ട് നിങ്ങൾ 10 ഒരു 7 സ്റ്റാർ എന്തായാലും അത് കൺഫേം ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു പടമാണ്. അപ്പൊ നമ്മളെ ഒപ്പീനിയനാണ്, നിങ്ങളെ ഒപ്പീനിയൻ നിങ്ങൾ കണ്ടിട്ട് അത് കമന്റുകൾ രേഖപ്പെടുത്തണം. പിന്നെന്താണ് കൂടുതൽ പറഞ്ഞ ഞാൻ കേട്ട് തുടരെ മാറ്റി ഗൈസ്, നമ്മൾ വിഷമത്തോട് ഇന്നലെ ഇറങ്ങാനുള്ളത്. പക്ഷെ അതൊരു മാറ്റി നല്ല വിഷമമുണ്ട് ഗൈസ്. അത് ഇമ്രാനിൽ പിടിക്കും. ലാലേട്ടൻ ഫാനാണെന്ന് തോന്നുന്നില്ലേ, പക്ഷെ ആണ്. നിങ്ങൾ അടുത്തൊരു മൂവിയുടെ റിവ്യൂവും അതുപോലെ ടീസർ, അതുപോലെ ടിക്കറ്റ് ഹണ്ടിങ് ആയിട്ടൊക്കെ പുതിയൊരു നമ്മളെ പരിപാടിയായിട്ട് വരുന്നവരെ. ആൻഡ് ദെൻ